Hello guys, welcome back to another arc വീഡിയോ എപ്പിസോഡ് 3 ഓഫ് ദ ഐലാൻഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം കറൻ്റ്ലി നമ്മൾ ഡേ 2ലും 2:09 ഉച്ചയ്ക്ക് 2:09 ഇവിടുത്തെ ടെമ്പറേച്ചർ 17°C. നമുക്കിനി ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ അത്യാവശ്യം നമുക്ക് ബേസിക് സർവൈവിന് വേണ്ടിയിട്ടുള്ള കുപ്പായൊക്കെ ഞാൻ തുന്നിക്കണേ. ഇനി ഒരു പാൻറ്റ് തുന്നണം. പാൻറ്റ് തുന്നാൻ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കണം. ഓൾറെഡി സാധനമൊക്കെ സെറ്റ് ആയിക്കണ്. ക്രാഫ്റ്റ് 1 ഒരു ഷൂവും കൂടി വേണം. അപ്പോൾ സെറ്റായി ക്രാഫ്റ്റ് 1. അങ്ങനെ നമുക്ക് ഉടുക്കാനുള്ള തുണി എല്ലാം അയക്കണേ. ഇനിയിപ്പോൾ അതൊക്കെ നമ്മുടെ ഡ്രസ്സ് എക്വിപ്പ് ചെയ്യണം. ഇത് നേരെ അതാ ഈ ഓരോരോ യു എന്നുള്ളതിൻ്റെ അടുത്തുള്ള ഓരോരോ കോളങ്ങളുണ്ട്. അവിടെ കൊണ്ടിട്ട് കൊടുത്ത ഡ്രസ്സും കാര്യങ്ങളും തേങ്ങയും മാങ്ങൊക്കെ റെഡിയാവും ഗൈസ്. അപ്പോൾ അങ്ങനെ ഫുള്ളി നമ്മൾ ഡ്രസ്സ് ഇടാണ് ഇപ്പോൾ. കുറച്ച് ലാഗൊക്കെ ഉണ്ട്. അന്ന് നമ്മൾ മൈൻഡ് ചെയ്തിട്ട് കാര്യം, ആർക്കാണ് ലാഗൊക്കെ കാണും. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ട പരിപാടികൾ എന്തൊക്കെയാണെന്ന് അതിലോട്ട് കിടക്കാം. ഇപ്പം നമ്മൾ കനലിൽ എവിടെ എത്തിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഡ്രസ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ വാട്ടർ സ്കിന്ന് അത് ഉണ്ടാക്കാനുള്ള സാധനം ഹൈഡൊക്കെ വേണം. അതൊന്നും ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. അതേപോലെ നമ്മൾ ചെറുതായിട്ടൊരു സെറ്റിങ്സും, അതായത് ഒരു ചെറിയൊരു തട്ടിക്കുട്ട് ഓല മേഞ്ഞൊരു വീടുണ്ടാക്കി. വീട് ഞാൻ കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ വീട്. ഇതാണ് നമ്മുടെ ഇപ്പോൾ കനലിലുള്ള നമ്മൾ താമസിക്കുന്ന വീട്. രാത്രി ആയി കഴിഞ്ഞാൽ ചൂടത്തും തണുപ്പ് തന്നെ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെ ജീവിക്കുന്നു. ഇവിടെ തീ ഇട്ടിട്ടുണ്ട്. ഈ തീയിൻ്റെ ചുറ്റുമായിരിക്കും നമ്മൾ എന്താ പറയുക ഹീറ്റ്, ചൂടിൽ നിന്നും ചൂടല്ലല്ലോ തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ അഭയം തേടുന്നത് ഈ ഹീറ്റിലായിരിക്കും. അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ ബാക്കി പരിപാടിയിലോട്ട് കിടക്കണം. ഇനിയിപ്പോൾ അടുത്ത പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏകദേശം ലെവൽ 6 എത്തിയിട്ടുണ്ട്. 8 എത്തിയിട്ടുണ്ട്. വീണ്ടും ലെവലപ്പ് വന്നിട്ടുണ്ട്. ഈ ലെവലപ്പ് ഒന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. നേരെ നമുക്ക് ലെവൽ 5ലോട്ട് പോവാം. ലെവൽ 5ലോട്ട് പോകുമ്പോൾ നമുക്ക് ലെവലപ്പ് ഒന്ന് ചെയ്യണം. നേരെ ഞാൻ വീണ്ടും ഹെൽത്താണ് ബൂസ്റ്റ് ചെയ്യണത്. കറൻ്റ്ലി ഇപ്പോൾ ഹെൽത്താണ് ഇൻക്രീസ് ചെയ്യണത്. കാരണം ഇതൊരു ഏരിയ മെയിനായിട്ട് ഇവിടെ നമുക്കൊരു ക്രിയേച്ചറിൻ്റെ അടുത്ത് നിന്ന് ഓടി രക്ഷപ്പെടുക എന്നുള്ളതല്ല പ്രൈമറി ടാർഗറ്റ്. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടുക എന്നാണ്. എങ്ങനെയായാലും ഹെൽത്ത് കുറയും. അപ്പോൾ മാക്സിമം കുറച്ച് ഹെൽത്ത് ബൂസ്റ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഹെൽത്ത് ഉണ്ടായിരിക്കും. 100 HP ബെറ്ററാണ് 120 HP. അത്രയുള്ള കാര്യം, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ലെവൽ 6ൽ നമുക്ക് 8 എൻഗ്രാം പോയിൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ലെവൽ 6ൽ വുഡൻ സൈൻ ബോർഡൊക്കെയാണ് എനാബിൾ ആവണം. ഈ വുഡൻ സൈൻ ബോർഡൊന്നും ഒരു ആവശ്യമില്ലാത്ത സാധനമാണ്. അതൊന്നും നമ്മൾ അൺലോക്ക് ചെയ്യേണ്ട. സ്ലിംഗ് ഷോട്ട് ഉണ്ട്. സ്ലിംഗ് ഷോട്ട് വേണം. നമുക്ക് ചെറിയ ചെറിയ ജീവികളെ നോക്കൗട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ ഫിയോമിയ സാഡിൽ, അത് നമ്മുടെ ഒരു തീട്ട വണ്ടിയാണ്. അതിൻ്റെ മെയിൻ പരിപാടി തന്നെ എന്താക്കുക. പിന്നെ കുറച്ച് സ്ലോപ്പ്ഡ് താച്ചുവാളും സ്ലോപ്പ്ഡ് താച്ച് റൂഫും. അതൊന്നും ഇപ്പോൾ വേണ്ട. നമുക്ക് മാക്സിമം എൻഗ്രാംസ് സേവ് ചെയ്യണം. അതാണ് ഇപ്പോൾ ഉള്ള പരിപാടി. വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി കളയണം. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത സാധനം എന്ന് പറഞ്ഞാൽ ലെവൽ 6ലോട്ട് വരുമ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള സാധനങ്ങൾ വന്ന് മോർട്ടാർ ആൻഡ് പെസ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എൻഗ്രാം വേണം. അതേപോലെ സ്പാർക്ക് പൗഡർ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഈ ബ്ലഡ് സിറിഞ്ച് തേങ്ങ മാങ്ങ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ 2 സാധനങ്ങൾ വാങ്ങാനുള്ള റിസോഴ്സ്, അതായത് എൻഗ്രാം പോയിൻറ്റ്സേ ഉള്ളൂ. ഇനി ഈ നാർക്കോട്ടിക്സ് നമുക്ക് വാങ്ങണം. അപ്പോൾ മോർട്ടർ ആൻഡ് പെസ്റ്റിലാണ് ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ മോർട്ടർ ആൻഡ് പെസ്റ്റിലാണ് നമ്മൾ ഒരുപാട് ഈ നാർക്കോട്ടിക്സ്, അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. ബഗ് റെപ്പലൻ്റ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ജീവിയെ ബോധം കെടുത്തി അല്ലെങ്കിൽ നോക്ക് ചെയ്തുകൊണ്ട് അതിന് തിന്നാൻ കൊടുത്തിട്ട് വേണം നമുക്ക് ടൈം ചെയ്യാൻ. ഈ തിന്നാൻ കൊടുക്കുമ്പോൾ ഈ നോക്ക് ചെയ്ത് കിടക്കുന്ന സമയം ആണ് ഈ നാർക്കോട്ടിക്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നാർക്കോട്ടിക്സ്. സമയമല്ല, ഇത് നോക്കൗട്ട് ആയി കഴിഞ്ഞാൽ അതിൻ്റെ കോൺഷ്യസ്നെസ് ലെവൽ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അത് കുറഞ്ഞു വരും. അത് കൂട്ടണമെങ്കിൽ നാർക്കോട്ടിക്സ് വേണം. അതേപോലെ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ട്രാങ്ക് ആരോസൊക്കെ ഉണ്ടാക്കുമ്പോൾ നാർക്കോട്ടിക്സ് വേണം. അപ്പോൾ ഈ നാർക്കോബെറൊക്കെ വെച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്ന ഈ മോർട്ടർ ആൻഡ് പെസ്റ്റിലാണ്. സിമെൻറ്റിംഗ് ബേസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതൊക്കെ ഫ്യൂച്ചറിൽ നമുക്ക് ആവശ്യം വരുന്ന സാധനങ്ങളാണ്. അതൊക്കെ അതിലുണ്ടാക്കുക. അതേപോലെ നമുക്ക് സ്റ്റിമുലൻ്റ് ഉണ്ടാക്കാൻ പറ്റും. സ്റ്റിമുലൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ കുറേ വിഷജീവികളുണ്ട്. വിഷജീവികൾ കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷം കയറും. വിഷം കയറി കഴിഞ്ഞാൽ നമുക്ക് ബോധം പോകും. ഈ ബോധം പോകുന്നതിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്തുന്നത് സ്റ്റിമുലൻ്റാണ്. സ്റ്റിമുലൻ്റ് എടുത്തടിച്ച് കഴിഞ്ഞാൽ വിഷജീവികളുടെ എഫക്റ്റ്, ആ ബോധം പോകുന്ന എഫക്റ്റ് ടോർപ്പിടിച്ച് നമുക്കൊന്ന് കുറയ്ക്കാൻ പറ്റും. അതേസമയം നല്ല രീതിയിൽ ദാഹം വരും. അതൊരു മെയിൻ പ്രോബ്ലമാണ്. നമുക്ക് ഇനി മെയിനായിട്ട് ക്രാഫ്റ്റിങ്ങിലോട്ട് കിടക്കാം. ക്രാഫ്റ്റിംഗ് ലോഗിൻ, താങ്ക് യു. അപ്പോൾ 50 ഉണ്ടായിരുന്നു, എത്ര തരും? ഒന്നും തന്നില്ലേ? വലിയ പേര്, താങ്ക് യു. അപ്പോൾ ക്രാഫ്റ്റിങ്ങിലോട്ട് പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇനി മോർട്ടർ ആൻഡ് പെസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഹൈഡ് ഓൾറെഡി 15 ഉണ്ട്. സ്റ്റോൺ 65 വേണം. സ്റ്റോൺ 65 വേണമെങ്കിൽ നമ്മൾ കൊത്തി ഉണ്ടാക്കണം. കുറച്ച് കല്ല് കൊത്തിയാണ്ട് ഒരു 65 സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് ബാക്കി പരിപാടിയിലോട്ട് കിടക്കാം.
സോ ഗൈസ് 65 സ്റ്റോൺ ആയിട്ടുണ്ട്. നേരെ ക്രാഫ്റ്റിംഗ് കൊടുക്കാം. മോർട്ടർ റെഡി, ക്രാഫ്റ്റ് 1. തൽക്കാലം ഇപ്പോൾ ഒന്ന് മതി. ഫ്യൂച്ചറിൽ നമുക്കൊരു 5, 10, 20 ഒക്കെ ഉണ്ടാക്കി വെക്കാം. അത് കുറേ മാസീവായിട്ട് ഓരോ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഏറ്റവും സേഫ് ആയിട്ടുള്ള സാധനം അതാണ്. എന്തായാലും ഈ ഒരു സൈഡിൽ നമുക്ക് വെറുതെ പ്ലേസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബേസിൻ്റെ ഉള്ളിലൊന്നും പ്ലേസ് ചെയ്യാൻ നിൽക്കണ്ട. ബേസിൻ്റെ ഉള്ളിൽ വെറും നമുക്ക് ഉറങ്ങാൻ മാത്രമുള്ളൊരു ഏരിയയാണ്. ഇതിന് ശേഷം ഇതിനിപ്പോൾ ബേസ് വേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇതിനൊക്കെ ബേസ് വേണ്ട. പണ്ടൊക്കെ ഏത് നിലത്തും കൊണ്ട് ഇടിയിരുന്ന സാധനം ഇപ്പോൾ ഇതിൽ വരുമ്പോൾ ഇതിന് ബേസ് വേണം. അപ്പോൾ നമുക്കൊരു വുഡൻ ബേസ് അല്ലെങ്കിൽ താച്ച് ബേസ് ഉണ്ടാക്കിയാൽ മാത്രമേ ഇത് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ആണ്. പണ്ട് അങ്ങനെയല്ലായിരുന്നു. പണ്ട് ഏതൊക്കെ നിലത്തൊക്കെ ഇട്ടായിരുന്നു ഈ സാധനം. ഇപ്പോൾ ഇതിങ്ങനെ ആയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്. ഇതിപ്പോൾ ഇനിയിപ്പോൾ എന്തൊക്കെ വുഡും താച്ചും വുഡൊക്കെ വേണം. സോ വുഡൊക്കെ കുറച്ച് കളക്ട് ചെയ്താൽ മാത്രം നമുക്ക് പരിപാടി നടക്കുള്ളൂ. ഈ മരം വെട്ടാൻ കഴിയുമോ? ചാടി നോക്കാം. വേണ്ട, ആ മരം വിട്ടേക്കാം. നമുക്ക് ഇവിടെ പോയി കുറച്ച് മരം കൊത്താം. മരം വന്നിട്ടുണ്ട്. 1, 2. അത്യാവശ്യത്തിന് വുഡും താച്ചൊക്കെ ആയി നോക്കുന്നു. വെയിറ്റ് ഓവർലോഡായി. വെയിറ്റ് ഓവർലോഡിങ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം. ഇപ്പോൾ ഇതിന് കുറച്ച് താച്ചായില്ല. താച്ച് 20 താച്ച് വേണം. താച്ച് വേണമെങ്കിൽ നമുക്ക് പിക്ക് ആക്സ്, ഈ രണ്ടെണ്ണത്തിനും 2 ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മളിപ്പോൾ സ്റ്റോൺ ഏജിലാണെന്ന്. ഈ പിക്ക് സ്റ്റോൺ പിക്ക് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ സ്റ്റോൺ പിക്ക് വെച്ചുകൊണ്ട് നമ്മൾ കൊത്തി കഴിഞ്ഞാൽ താച്ച് കൂടുതലും കിട്ടും. അതേപോലെ ഫ്ലിൻറ്റും കൂടുതൽ കിട്ടും. ആ ആക്സ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് വെയിറ്റ് ഓവർലോഡായിപ്പോയി. ആക്സ് എന്ന് പറഞ്ഞ സാധനം കൊണ്ട് ഇപ്പോൾ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ റൈറ്റ് ടോപ്പ് കോർണറിലൊരു സിമ്പിൾ വന്നു ഒരു ബാഗിൻ്റെ. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഓവർ വെയിറ്റ് ആയിപ്പോയി. നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു വെയിറ്റ് ഉണ്ട്. അതായത് നമുക്ക് ഈ തുറന്നു കഴിഞ്ഞാൽ പ്രൊഫൈലിലുള്ള എല്ലാ സാധനങ്ങളും പവറപ്പ് ചെയ്യുക. 100 ലെവൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഏതൊക്കെ ആവശ്യം ഓരോ സാഹചര്യം അനുസരിച്ചിട്ടാണ് നമ്മൾ ലെവലപ്പ് കൊടുക്കുന്നത്. അതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിയാണ്, ഗെയിമിംഗ് സ്ട്രാറ്റജിയാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതുപോലെ ഈ വെയിറ്റ് എന്ന് പറഞ്ഞ പോർഷൻ ഇൻക്രീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ക്രിയേച്ചേഴ്സിൻ്റെ ഇൻവെൻറ്ററിലിട്ട് കൊണ്ടു നടക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ വുഡ് മരവും കുറേ കല്ലൊക്കെ കൊത്തി മുറിച്ചുകൊണ്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് വന്നിരിക്കുന്നത്. ഞാൻ എന്തായാലും ഒരു ഫ്ലോർ വുഡൻ ബേസ് ക്രാഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം അത്യാവശ്യം വെയിറ്റ് റെഡ്യൂസ് ആവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ല, ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഒന്നും കൂടെ ക്രാഫ്റ്റ് ചെയ്ത് നോക്കാം. ക്രാഫ്റ്റ് 1. ഇപ്പോഴെന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഓക്കെ, സെറ്റ്. ഇപ്പോൾ ഉപകാരമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇൻവെൻറ്ററിൻ്റെ അടുത്ത് കളയേണ്ടി വരും. എന്തെടുത്ത് കളയും? ഇത് കളയ്ക്കും. ഡ്രോപ്പ് ചെയ്തു. വുഡ് കളയണം. വുഡൊന്നും കളയണ്ട, മതി എന്ന് തോന്നുന്നു. ഇല്ല, ഇപ്പോഴും നടക്കണില്ല. തൽക്കാലം വുഡ് ഡ്രോപ്പ് ചെയ്തേക്കാം, പിന്നെ വന്നെടുക്കാം. സോ നമുക്കിനി ഇവിടെ ഒരു ബേസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ചുറ്റുപാടൊക്കെ എപ്പോഴും ഒന്ന് നിരീക്ഷിക്കണത് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം നിരീക്ഷണം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. ഏത് നിമിഷം ഏത് നായ്ക്കൾക്കാണ് നമ്മൾ വന്നൊന്ന് മാന്താന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വെക്കാൻ കഴിയില്ലേ ബേസ്? സൈഡിലേക്ക് മാത്രമേ പറ്റുള്ളൂ. ഇവിടെ കുറച്ച് തറനിരപ്പ് ഉയരത്തിലാണ്. സോ ഇവിടെ ബേസ് പറ്റൂല എന്നാണ് പറയുന്നത്. കുഴപ്പമില്ല, ഈ സൈഡിൽ വെക്കാം. ഇനി മോർട്ടർ ആൻഡ് പെസ്റ്റിൽ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇതിൽ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ തന്നെ വെക്കുക. അതാകുമ്പോൾ എളുപ്പമാണ് നമുക്ക് എടുക്കാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ മോർട്ടർ ആൻഡ് പെസ്റ്റിൽ എന്ന സാധനം ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് സ്പാർക്ക് പൗഡറും തേങ്ങയും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇതിലിപ്പോൾ സ്പാർക്ക് പൗഡർ എൻഗ്രാം, അതായത് നമ്മൾ ഈ സൈഡിൽ ബോക്സിൻ്റെ സിമ്പിൾ നിൽക്കുമ്പോൾ ആക്സസ് ഇൻവെൻറ്ററി പിക്കപ്പ്, അതായത് സാധനം ഉണ്ടാക്കി കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ നമുക്കിത് എടുത്തുകൊണ്ട് വേറെ സ്ഥലത്തേക്ക് വയ്ക്കുക. ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഡിമോളിഷ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ആക്സസ് ഇൻവെൻറ്ററി കൊടുക്കുമ്പോൾ തന്നെ അതിൽ നമ്മളിപ്പോൾ അൺലോക്ക് ചെയ്ത സ്പാർക്ക് പൗഡർ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി ഫ്ലിൻറ്റും വേണം, അതേപോലെ കുറച്ച് കല്ലും വേണം. രണ്ടിൻ്റെ അടുത്തുള്ളതുകൊണ്ട് ഞാൻ ഒരു വട്ടം ഉണ്ടാക്കി കാണിച്ചു തരാം. സ്പാർക്ക് പൗഡർ ക്രാഫ്റ്റ് 2. അപ്പോൾ ഇതാണ് സ്പാർക്ക് പൗഡർ. സ്പാർക്ക് പൗഡർ നമുക്കൊരു ഇനീഷ്യൽ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് ഗ്യാസോലിനോ അങ്ങനത്തെ ഫ്യൂവലൊന്നും ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയത് സ്പാർക്ക് പൗഡർ ഒരു ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുക. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എന്തായിരുന്നു അതിൻ്റെ പേര്, ഒരു കമ്പോസ്റ്റ് ബിന്ന് അല്ലാതെ ഒരു പ്രിസർവ് ബിന്നുണ്ട്. പ്രിസർവ് ബിന്നിൽ നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഗൺ പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് വേണം. ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ശിലായുഗത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഇത്രേ പറ്റുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ കുറേ ഫ്യൂച്ചറിലോട്ട് നടക്കുള്ളൂ. ഇനി അടുത്തൊരു മെയിൻ പരിപാടിക്ക് നമ്മൾ ഇപ്പോൾ ഈ ഒരു ലെവലിൽ ചെയ്യേണ്ട കാര്യം കഴിഞ്ഞു. പക്ഷേ ഈ ഒരു ലെവൽ ഒന്നും കൂടെ നമുക്ക് ലെവലപ്പ് ചെയ്യാം. കറൻറ്റ്ലി നമുക്ക് ഹെൽത്ത് 130 ഉണ്ട്. ഞാൻ എന്തായാലും ഇനി അടുത്തത് ഏത് പോകുമെന്ന് ആലോചിച്ചിരിക്കുക. ഫുഡും വാട്ടറും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം
ഫുഡ് അടിക്കുക. ഫുഡും വാട്ടറും ഒന്നും ഇപ്പോൾ ഡെവലപ്പ് ചെയ്യണില്ല, കാരണം നമ്മുടെ അടുത്ത് തന്നെ വാട്ടർ റിസോഴ്സ് ഉണ്ടോണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. നമുക്ക് സ്പീഡ് ഇൻക്രീസ്, മൂവ്മെൻറ്റ് സ്പീഡ് 103 അത് പോരാ, നമുക്ക് സ്റ്റാമിന ഇൻക്രീസ് ചെയ്യാം. മൂവ്മെൻറ്റ് സ്പീഡ് അവിടെ കിടന്നോട്ടെ, സ്റ്റാമിനയാണ് നമുക്ക് വേണ്ടത്. സ്പീഡ് ഇനിയിപ്പോൾ എത്ര ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. സോ നമ്മൾ ഒരു ലെവലപ്പും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ലെവലപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എൻഗ്രാം അതിൻ്റെ കഥയൊക്കെ പറഞ്ഞുതരാം. പുതുതായിട്ട് നമുക്ക് നാർക്കോട്ടിക്സ് അൺലോഡ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഒരു ലെവലപ്പായപ്പോൾ നമുക്ക് കുറച്ച് എൻഗ്രാം പോയിന്റ് കിട്ടിയിരിക്കണം. അത് വെച്ചുകൊണ്ട് ഞാൻ നാർക്കോട്ടിക്സ് ആയിട്ട് അൺലോക്ക് ചെയ്തു. പിന്നെ അടുത്ത സിമ്പിൾ ബെഡ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇതേപോലെയുള്ള ഇതാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണ ബെഡ്. ഇത് കണ്ടില്ലേ, സ്ലീപ്പിംഗ് ബാഗ് എന്നാണ് ഇത് പറയുക. ഇത് നമുക്ക് എടുത്ത് കൈ പിടിച്ച് നടക്കാൻ പറ്റും. പിക്കപ്പ് സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് കൊടുത്താൽ കയ്യിലെടുക്കുക. പക്ഷേ ഇനിയൊരു സാധനം വരാൻ പോകുന്നുണ്ട്, അതാണ് ഈ നമ്മുടെ എൻഗ്രാംസിലുള്ള സ്ലീപ്പിംഗ് ബെഡ്. സ്ലീപ്പിംഗ് ബെഡും അതേപോലെ തന്നെ സെയിം, അതായത് സ്ലീപ്പിംഗ് ബാഗിൻ്റെ അതേ ഫീച്ചേഴ്സ് തന്നെയാണ് സാധനത്തിന്. പക്ഷേ സ്ലീപ്പിംഗ് ബെഡ് ഒരു സ്ഥലത്ത് പെർമനൻ്റ്ലി ഫിക്സ് ചെയ്യാണ്. നമ്മുടെ ബേസിൽ നമ്മുടെ ബെഡ്റൂമിൽ പ്ലേസ് ചെയ്യുന്ന ഒരു ബെഡാണ് ഇത്. എന്തായാലും ഞാൻ എൻഗ്രാം അൺലോക്ക് ആക്കിയിട്ടാണ്. അപ്പോൾ അത് അവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സ്ലീപ്പിംഗ് ബാഗ് പോലെ തന്നെ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ചത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഇൻവെൻട്രി ഒക്കെ, അതായത് ഈ ഐലൻഡിൽ വേറൊരു ലൊക്കേഷനിൽ നിങ്ങൾ ബാഗ് എന്തെങ്കിലും പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇൻവെൻട്രി കംപ്ലീറ്റ് കാലിയാക്കിയതിന് ശേഷം നമുക്ക് അങ്ങോട്ട് ക്വിക്കലി ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതും യൂസ് ചെയ്യാൻ പറ്റും ഈ സാധനങ്ങൾക്ക്. പിന്നെന്താ, ഉറങ്ങാൻ പറ്റും, രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ പറ്റും. സ്ലീപ്പിംഗ് ബെഡും സ്ലീപ്പിംഗ് ബാഗും തമ്മിലുള്ള വ്യത്യാസം, സ്ലീപ്പിംഗ് ബാഗിനെക്കാട്ടി കൂടുതൽ നേരം നമുക്ക് സ്ലീപ്പിംഗ് ബെഡിൽ ഉറങ്ങാൻ പറ്റും. ചിലപ്പോൾ സ്ലീപ്പിംഗ് ബാഗിൽ ഒരു 6 മണിക്കൂറൊക്കെ ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്ലീപ്പിംഗ് ബാഗിൽ 8 മണിക്കൂർ കൂടുതൽ ഉറങ്ങാൻ പറ്റും. അങ്ങനെയാണെന്ന് തോന്നുന്നു, ടൈം കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ, ടൈം കറക്റ്റായിട്ട് അറിയില്ല. പഴയ ആർക്കിലാണെങ്കിൽ 4 മണിക്കൂർ സ്ലീപ്പിംഗ് ബാഗും ഇതിൽ സ്ലീപ്പിംഗ് ബെഡിൽ 8 മണിക്കൂറാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു ഓതന്റിക് ബെഡ്, അങ്ങനെ എന്തോ അഡ്വാൻസ്ഡ് ബെഡൊക്കെ വരും, കാണാൻ നല്ല ഭംഗിയുള്ള, നമ്മൾ ഡഞ്ചനൊക്കെ റൺ ചെയ്യുമ്പോൾ ഒരു ബെഡ് കിട്ടും. അതാണെങ്കിൽ ഏകദേശം 12 മണിക്കൂറിലധികം നമുക്ക് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ഈ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. ഉറങ്ങിയാൽ മാത്രമേ സ്റ്റാമിന റീജനറേഷൻ, നമ്മുടെ ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറുള്ളൂ. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡിങ് ടോർച്ച്. അതൊന്നും നമുക്കിപ്പോൾ വേണ്ട. സ്റ്റാൻഡിങ് ടോർച്ചൊക്കെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ നമുക്ക് കുറച്ച് വാംത്ത് കിട്ടും. അതിന് വേണമെങ്കിൽ ഇവിടെ നമുക്ക് യൂസ് ആവും തോന്നുന്നു. സ്റ്റാൻഡിങ് ടോർച്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ, ഇത് ഞാൻ വായിച്ചുതരാം. എ ടോർച്ച് ഓൺ എ ടോൾ പീസ് ഓഫ് വുഡ് ദാറ്റ് ലൈറ്റ്സ് ആൻഡ് വാംസ് ദ ഇമ്മീഡിയറ്റ് ഏരിയ. ഈ ഏരിയയിൽ അത് വാംത്ത് തരും എന്ന് പറയുന്നത്. ഈ ഒരു സെയിം ഫീച്ചർ തന്നെയാണ് നമ്മുടെ ഈ ക്യാമ്പ് ഫയറിനും കിടക്കുന്നത്. പെർഫെക്റ്റ് ഫോർ കുക്കിംഗ് മീറ്റ് സ്റ്റേയിങ് വാം ആൻഡ് പ്രൊവൈഡ് ലൈറ്റ്. ഇതേ സെയിം തന്നെ. അതുകൊണ്ട് തന്നെ അതിനിപ്പോൾ ആക്കണം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ അടുത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനീഷ്യൽ വെപ്പൺ കാറ്റഗറി പെടുന്ന സാധനമാണ് സ്പൈ ഗ്ലാസ്. അതായത് സ്പൈ ഗ്ലാസ് വെച്ച് ഒരു ക്രിയേച്ചറിനെ നമുക്ക് അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും. സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഹെൽത്തും അതേപോലെ അതിൻ്റെ ലെവലും കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണ്. നമുക്കിപ്പോൾ ഒരു ടാങ്കി ആയിട്ടുള്ള ക്രിയേച്ചറിനെ പിടിച്ച് നിൽക്കാനേ പറ്റത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു സ്റ്റേജിൽ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കുറഞ്ഞൊരു പാവപ്പെട്ട ജീവിയായിരിക്കും. സോ ഒന്ന് വെള്ളത്തിൽ ചാടി വരാം, കാരണം വെള്ളം കുടിക്കാനാണ്. അപ്പോൾ തന്നെ തണുപ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൽ ചാടി കഴിഞ്ഞാൽ നമ്മൾ വെള്ളം കുടിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ സ്ലീപ്പിംഗ് ബെഡ്. നമുക്ക് ബെഡ് ക്രാഫ്റ്റ് ചെയ്തെടുക്കണം. ബെഡ് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ട സാധനം താച്ച് 80 താച്ച്, വുഡ് 15. അധികം വേണ്ട, കുറച്ച് സാധനം മതി. ഇവിടെ ഞാൻ ഒരു ബാഗ്, നമ്മുടെ ബാഗ് ഇവിടെ ഇട്ടിരുന്ന് മറന്നുപോയി. തണുപ്പ് തുടങ്ങി മക്കളെ. ഏകദേശം വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇപ്പോൾ തണുപ്പ് സ്റ്റാർട്ടായത്. രാത്രി ആയി കഴിഞ്ഞാൽ തണുപ്പ് നല്ലോണം കൂടും. അപ്പോൾ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു കണ്ടീഷനിലെത്തും നമ്മൾ. സോ നമുക്ക് കുറച്ച് താച്ച് 10-75 താച്ച് അറസ്റ്റ് ചെയ്തേക്കാം. ഇതൊന്നും ഉപദ്രവിക്കില്ല മക്കളെ, ഞാൻ ഈ സൈഡിൽ കൂടെ ജീവിച്ച് പോയിക്കോളാം. അപ്പോൾ നമുക്ക് ഗ്രാഫിക്സ്, അതായത് ലാഗ് ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്നുണ്ട്. ഞാനപ്പോൾ ലാഗ് വരുമ്പോൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാഫിക്സിൽ ഈ ഹൈയോ ഡിഫോൾട്ട് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. ഞാൻ അല്ലെങ്കിൽ ലോ ആക്കി, നിങ്ങൾക്ക് ലോഡാണ്. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു പ്രശ്നം ഒഴിവായി കിട്ടാറുണ്ട്. അതുകൊണ്ടാണ്. ഇവരെ ചടി ഉണ്ടാക്കാൻ നിൽക്കേണ്ട പ്രശ്നമാണ്, ഇവർ പ്രശ്നക്കാരാണ്. ഇപ്പോൾ ബാഗ് ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പരിപാടി ക്രാഫ്റ്റിംഗ്. സ്ലീപ്പിംഗ് ബാഗ് ഇതുവരെ ആയില്ലേ? വുഡിനും 15 വുഡ് വേണം. ശരിക്ക് ഇവന്മാരെങ്ങനെ അറിയാണ്ട് നമ്മളൊന്ന് കൊത്തിപ്പോയി കഴിഞ്ഞാൽ ഇന്ന് ഇവിടുത്തെ ജീവിതം നമ്മളത് തീർന്ന് നമ്മളെ കൊല്ലും ഇവന്മാർ. വുഡായി ആവശ്യത്തിന് സാധനമായിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ഉറങ്ങാനുള്ളൊരു ബാഗ്, സ്ലീപ്പിംഗ് ബെഡ്
സിമ്പിൾ ബെഡ് എന്നൊക്കെ പറയുന്ന സ്ലീപ്പിംഗ് ബെഡ് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നമ്മുടെ ബേസിൽ ഉള്ളിൽ വീടിൻ്റെ ഉള്ളിൽ കൊണ്ടേ ഫിക്സ് ചെയ്താൽ മാത്രം മതി. എന്തായാലും ഞാൻ പോയി ഫിക്സ് ചെയ്യട്ടെ. ഫിക്സ് ചെയ്യാൻ നമ്മളെ സാധനം എടുക്കുക, പ്ലേസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിന്മേൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഓക്കെ ഒരു സ്പോട്ട് ഓക്കെ കിട്ടി. അപ്പോൾ നമുക്ക് ബെഡായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉറക്കം കാര്യങ്ങളൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മെയിനായിട്ടൊരു പ്രശ്നം നമ്മുടെ തീ കെട്ടു. അതുകൊണ്ട് തന്നെ ഫുഡ് ഇങ്ങോട്ട് വരട്ടെ. ഫുഡ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും വരട്ടെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. 120 ഉണ്ട്. ഇത് വെച്ച് കത്തിക്കാം. അതായത് ഇതാവുമ്പോൾ നമുക്ക് പ്രശ്നമില്ല, ആ സാധനം അവിടെ കിടന്ന് കത്തിക്കോളും. വെറുതെ ഒരു സ്ലോട്ട് വേസ്റ്റ് ആവില്ല. അതേപോലെ ഇതിലോട്ട് നമുക്ക് കുറച്ച് സാധനം ട്രാൻസ്ഫർ ചെയ്യാം. വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എടുത്തേക്കണതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് വെറുതെ കുറേ സാധനങ്ങൾ നമ്മുടെ ഇൻവെൻട്രിയിലിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതായത് നമ്മൾ ചത്തു പോയി കഴിഞ്ഞാൽ സാധനം ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒട്ടുമിക്ക സാധനങ്ങൾ ഇതേപോലെ എടുത്ത് വയ്ക്കണതാണ് നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പുല്ല് പറിക്കണം. പുല്ല് പറിക്കുക എന്ന് പറഞ്ഞാൽ ഈ കായ്ക്കനികൾ, അതായത് കുറേ ബെറീസ് ഉണ്ട്. ബെറീസ് എന്ന് പറഞ്ഞാൽ പലതരം ഫ്രൂട്ട്സ് ഉണ്ട്. ടിൻഡോ ബെറി, നാർക്കോ ബെറി, സ്റ്റീം ബെറി, അതേപോലെ മെജോ ബെറി, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട്. അമർ ബെറി, അസൂൾ ബെറി, അങ്ങനെ പല ടൈപ്പ് ബെറീസും പല ടൈപ്പ് ക്യാരക്ടേഴ്സാണ് ഈ ബെറീസിനൊക്കെ ഉള്ളത്. പല ഉപയോഗങ്ങൾക്കാണ് നമ്മൾ ഈ ബെറീസ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ബെറീസ് പറിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാനാണ്. ഓൾറെഡി നമുക്ക് അത്യാവശ്യം എൻഗ്രാം പോയിൻറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. ഡ്രഗ്സ്, അതായത് ഈ എന്താ പറയുക മോട്ടർ ആൻഡ് പെസ്റ്റിൽ ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ വരും. അതായത് നിങ്ങൾ ഫോൾഡർ വൈസാണ് ഇട്ടിച്ച് അങ്ങനെ വരും. അല്ലെങ്കിൽ എല്ലാം കൂടി ഓപ്പൺ ആണെങ്കിൽ എല്ലാം നമ്മൾ തുറക്കുമ്പോൾ തന്നെ കാണിക്കും. ഞാൻ ഫോൾഡർ വൈസാണ് ഇട്ടിട്ടുള്ളത്. എനിക്കതാണ് സുഖം. കാരണം എനിക്കിങ്ങനെ കുറേ സാധനം അട്ടി കിടക്കണുണ്ട്, എനിക്കൊരു രസമില്ല. അതുകൊണ്ട് ഞാൻ ഫോൾഡർ ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൽ എങ്ങനെ ഈ നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നാർക്കോട്ടിക്സ് എന്ന സാധനം ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് 5 നാർക്കോബെറിയും ഒരു സ്പോയിൽഡ് മീറ്റും ഉണ്ടെങ്കിൽ ഒരു നാർക്കോട്ടിക്സും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുല്ല് വെട്ടാൻ പോയത്. പുല്ല് വെട്ടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നാർക്കോബെറീസ് കിട്ടും. പിന്നെ നമ്മൾ കൃഷി ചെയ്യണം നാർക്കോബെറി. അതായത് നാർക്കോബെറി കൃഷി ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ്. അല്ലെങ്കിൽ നമുക്ക് വലിയ എന്താ പറയുക ഏതെങ്കിലും ബെറി ഗാദറായിട്ടുള്ള നല്ല വലിയ ആനിമൽസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രശ്നം വരില്ല. ഇപ്പോൾ ഈ കറൻ്റ് ഈ ഒരു സിനാരിയോയിൽ വലിയ ആനിമൽസ് എജ്ജാത് വ്യൂ മക്കൾ അങ്ങോട്ട് നോക്കിയേ. എന്താ അത്? വാട്ട് ഈസ് ദാറ്റ് ഗൈസ്? വാട്ട് ഈസ് ദാറ്റ്? ഇതെന്താ സ്വർഗോ? തേർഡ് പേഴ്സൺ. കൊള്ളട്ടാ, സാധനം കൊള്ളാം. ഈ ഈവനിങ്ങും രാവിലെയും മാർക്ക് കാണണം. ഒരു രക്ഷയാത്ത വ്യൂവാ, ഒന്നും പറയാല്ല. കിടിലം സാധനമായിരിക്കും. നമ്മുടെ ബേസാണത്. ആ കണ്ടില്ലേ നമ്മുടെ കുടിലും, ആ കുടിലിൻ്റെ മുന്നിലുള്ള തീ ഇട്ടിരിക്കുന്നു. ഇവിടെ തണുപ്പ് തുടങ്ങി കൈസ്. അത് വേറെ കാര്യം. അത് പോട്ടെ, തണുപ്പൊക്കെ അടക്കട്ടെ. നമുക്ക് അത്യാവശ്യം ഫുഡും കാര്യങ്ങളുള്ളതുകൊണ്ട് നമുക്കൊരു വിഷയമുള്ള കാര്യമില്ല. നമുക്ക് ഏത് തണുപ്പിന് ഇനി സർവൈവ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഡ്രസ്സൊക്കെ ഇട്ടിക്കണം നമ്മൾ. അപ്പോൾ നമ്മളിനി ഒന്നിനും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നാർക്കോട്ടിക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കി. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സാധനത്തിലോട്ട് കിടക്കാം. ഇനി അടുത്തതായിട്ട് ഈ ലെവൽ 7 വരുന്നത് സ്പൈ ഗ്ലാസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എൻഗ്രാം പോയിൻറ്റ്സ് വേണം. അപ്പോൾ നമുക്ക് ഇനി അപ്ഗ്രേഡ് ആയാലേ എൻഗ്രാം പോയിൻറ്റ്സ് കിട്ടുള്ളൂ. സോ ഞാൻ വീണ്ടും സ്റ്റാമിന ഒന്നും കൂടെ ബൂസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് സ്റ്റാമിന 150 ആക്കി. അപ്പോൾ നമുക്കിപ്പോൾ കറൻ്റ് 14 എൻഗ്രാം പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ലെവൽ 8 ലെവലായി. സ്പൈ ഗ്ലാസ്സാണ് അടുത്ത് ഞാൻ അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി സ്പൈ ഗ്ലാസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ 2 വേണം. ഈ ഏരിയയിൽ ക്രിസ്റ്റൽ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. കാരണം ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പേടിച്ചു പോയി ഞാൻ. പേടിയാണിപ്പോൾ സർവൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ പേടിച്ചിട്ട് വേണം. ആർക്കിൽ ഏറ്റവും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം, ഇവിടെ എവിടെയെങ്കിലും ക്രിസ്റ്റൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഒരു ഏരിയ ഇപ്പോൾ സെർച്ച് ചെയ്യണോ? യു ആർ സ്റ്റാർവിങ്. ഓക്കെ, കുറച്ച് ഫുഡ് അടിച്ചാൽ പ്രശ്നം തീരും. അതായത് ഇടയ്ക്ക് നമ്മളെ ഭക്ഷണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ല നമുക്ക് പണി. കൊടിയ തണുപ്പ് ഇവിടെ. നമ്മൾ അധികം നേരം നിന്ന് ചത്തുപോകും. സോ നമുക്ക് എന്തായാലും രാത്രി ആയതുകൊണ്ട് തണുപ്പ് കൂടി തുടങ്ങി. ഇനി സർവൈവ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്നേ പറ്റുള്ളൂ. ഈ ഒരു ഏരിയയിൽ നമുക്ക് നിൽക്കണം. ഇവിടെ കിടക്കാം. ഇനിയിപ്പോൾ തൽക്കാലം അവിടെ എവിടെയും ഇരിക്കുക, അതാണ് ബെറ്റർ ഓപ്ഷൻ. കിടക്കട്ടെ. അതിൻ്റെ ഇടയിൽ അവിടെയും തൂറി നാണല്ലാത്തവൻ അവിടെ കിടക്കാം. എന്തായാലും അവിടെ കിട്ടെ. സോ ഇപ്പോൾ നമുക്ക് സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാൻ കഴിയില്ല. അതിൻ്റെ ഒരു കാരണം, നമുക്ക് സ്പൈ ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടി 2 ക്രിസ്റ്റൽ ആവശ്യമുണ്ട്. ക്രിസ്റ്റൽ ഇപ്പോൾ കറൻ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു കണ്ടീഷൻ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സ്പൈ ഗ്ലാസ് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ അല്ല. അടുത്ത ലെവൽ 8 ഉള്ള സാധനങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ കറൻ്റ്
8 വരെ അൺലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 8 കൂടുതൽ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോട്ടെ, അടുത്ത ലെവൽ 8 വുഡൻ ക്ലബും കുക്കിംഗ് പോട്ടും. വുഡൻ ക്ലബ്ബ് ഇപ്പോൾ നമ്മൾ കാര്യമാക്കണ്ട. വുഡൻ ക്ലബ്ബ് എന്ന് പറഞ്ഞ ഒരു മെലി വെപ്പണാണ്. നമുക്ക് സ്ലിംഗ് ഷോട്ടാണ് ഏറ്റവും ബെറ്റർ. ഒരു റേഞ്ച്ഡ് വെപ്പണാണ് സ്ലിംഗ് ഷോട്ട്. ബട്ട് വുഡൻ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ മെലി വെപ്പൺ. ഇതിൻ്റെ ഉള്ളിൽ ബോല എന്ന് പറഞ്ഞ സാധനം വരാണ്ട്. ബോല ഇതുവരെ അൺലോക്ക് ആയില്ലേ? ബോല എത്രയിലായിരുന്നു? ബോല ലെവൽ 9 അപ്പോൾ വുഡൻ ക്ലബ്ബ് ഇപ്പോൾ, അതായത് ഈ എൻഗ്രാം ഇത്രയും ക്രിട്ടിക്കൽ ക്രൂഷ്യലായിട്ടുള്ള ടൈമിൽ നമ്മൾ വെറുതെ അങ്ങനെ സാധനം വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഏറ്റവും വേണ്ടത് കുക്കിംഗ് പോട്ട്. കുക്കിംഗ് പോട്ട് നമ്മൾ എന്തായാലും കുക്ക് ചെയ്ത് ഉണ്ടാക്കുക. കാരണം കുക്കിംഗ് പോട്ടിലായിരിക്കും നമ്മൾ ഫ്യൂച്ചറായിട്ട് വേണ്ടിയുള്ള മെയിൻ, അതായത് ഈ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ രാത്രി ഒരു രക്ഷയിട്ടാ. കുക്കിംഗ് പോട്ടിലാണ് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. സമയം ഏകദേശം ഒരു 10-11 മണിയാകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ കിടക്കണം. ഇപ്പോൾ എത്ര സമയം? ഇപ്പോൾ സമയം 11 മണിയായി ഗൈസ്. ഞാൻ ഉറങ്ങാം. 10 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് കിടന്നുറങ്ങി നോക്കാം. കുറേ നാൾക്ക് ശേഷമാണ് ആർക്കിലൊക്കെ ഉറങ്ങാൻ പോകുന്നത്. പഴയ ആർക്കിൽ ഉറങ്ങിയതിന് ശേഷം പുതിയ ആർക്കിൽ വന്നതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല. ലേ ഓൺ ബെഡ്, ഡിമോളിഷ്, സ്ലീപ്പ്, ഹംഗ്രി ഓർ തേഴ്സ്റ്റി. വെള്ളം കുടിക്കേണ്ടി വരും. സ്ലീപ്പ് ആണെങ്കിൽ ഫുഡ് കൂട്ടണം. ഫുഡ് ഏകദേശം അത്യാവശ്യത്തിന് അയക്കണം. 73, 80, 86. ഓക്കെ, ഫുഡ് 89 ഉണ്ട്. ഇനി വെള്ളം കൂട്ടാൻ ഇനി ഒറ്റ വഴിയുള്ളൂ, വെള്ളത്തിൽ ചാടാം. സമയേ ശരണായിപ്പം. ഓക്കെ പോട്ടെ, തണുത്തിട്ട് വയ്യ. അപ്പോൾ വെള്ളത്തിലൊക്കെ ചാടി ഇനിയിപ്പോൾ നേരെ ഉറങ്ങാൻ പറ്റുമോ നോട്ടെ. സ്ലീപ്പ് അപ് ടു 5:30 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഉറങ്ങി 5:30 വരെ നമുക്ക് ഉറങ്ങാൻ പറ്റും. രാവിലെ ആയി, നേരം വെളുത്ത് നമ്മൾ ആകാശത്തോട്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് ചുറ്റും നോക്കിയപ്പോൾ നമ്മുടെ തീയൊക്കെ കെട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണുപ്പാണ്, തീ വേണം. തീ ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായതുകൊണ്ട് നമ്മൾ വീണ്ടും തീ ഇടാൻ പോവാണ്. അതേപോലെ ചുറ്റുപാട് നമുക്ക് പ്രകാശപൂരിതമായിരിക്കണം, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നേരം പരപരാവെന്ന് വെളുത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇനിയും സമയമുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഇവിടെ ആണെങ്കിൽ ചുറ്റിക്കറങ്ങി നടക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാം. അതെ, കുക്കിംഗ് പോട്ടിൻ്റെ ഒരു കാര്യങ്ങളോട്ടും നമുക്ക് കടക്കാം. കുക്കിംഗ് പോട്ട് ഉണ്ടാക്കാൻ 75 കല്ല് വേണം, ഫ്ലിൻറ്റ് വേണം, താച്ച് വേണം, അതേപോലെ വുഡും വേണം. ഈ സാധനങ്ങളൊക്കെ നമ്മളടുത്ത് ഉണ്ടോ നോക്കട്ടെ. വുഡുണ്ട്, കല്ലില്ല. അപ്പോൾ 75 കല്ല് ഉണ്ടാക്കാനാണ് ഏറ്റവും. ഈ ഒരു ഏരിയയിൽ ഞാൻ വെറുതെ താമസാക്കിയല്ല, ഇവിടെ അടുത്ത് തന്നെ കല്ല് കിട്ടും. അങ്ങോട്ട് കൊത്തന്നെ 75 കല്ല് കൊത്തി ഉണ്ടാക്കാം. 75 കല്ല് കൊത്തുമ്പോൾ നമ്മളെ ബാഗ് ഫുള്ളായി പോകും. സോ നേരെ പരപരാന്ന് വെളുത്തു തുടങ്ങിയിരിക്കുന്നു ഗൈസ്. അപ്പം നമുക്കിനി വലിയൊരു ഡേഞ്ചറായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഒന്നല്ല. അപ്പോൾ കല്ലും മണ്ണൊക്കെ നമുക്ക് ഇതൊക്കെ എന്ത് ഫുള്ളായ. ഈ തേങ്ങ മാങ്ങ ഒരുപാട് സാധനങ്ങൾ വേണ്ടാത്ത ഉണ്ട് ഇതിൽ. അതാണ് മെയിൻ പ്രശ്നം. പോട്ടെ, അക്സെപ്റ്റ്. കല്ല് ട്രാൻസ്ഫർ ചെയ്തു, വുഡ് ട്രാൻസ്ഫർ ചെയ്ത്, ഇത്രയൊക്കെ തന്നെ മതി. ഇത് പോട്ടെ, ഇതും പോട്ടെ, എല്ലാ സാധനങ്ങളും ട്രാൻസ്ഫർ ചെയ്ത് പോട്ടെ. കോപ്പ് പോട്ടെ, ബെറീസും പോട്ടെ. ബെറീസൊക്കെ എന്തിനാണ് ഞാൻ കൈ പിടിച്ച് നിൽക്കണത്? എല്ലാം പോട്ടെ. ഇതൊക്കെ ഡ്രോപ്പ് പോട്ടെ. ബെറീസ് പോട്ടെ. സ്റ്റെംബറി ഉണ്ടോ? സ്റ്റെംബറി. അങ്ങനെ നമുക്ക് കല്ല് കുറച്ചും കൂടി കൊത്തണം. അപ്പോൾ അത്യാവശ്യം ഇൻവെൻറ്ററൊക്കെ ഒന്ന് കാലിയായതുകൊണ്ട് നമുക്ക് ഇനി അത്യാവശ്യം കുറച്ചും കൂടെ കല്ലൊക്കെ കൊത്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെപ്പോഴും വെയിറ്റ്, അതായത് നമ്മുടെ അടിയിൽ 4 ബ്ലൂ ആയിട്ടുള്ളൊരു മാർക്കിംഗ് ഉണ്ടോ? ആ ബ്ലൂ മാർക്കിൽ 4ാമത്തേതിൽ ബാഗ് നിറയണം. നമ്മളെ വെയിറ്റ് കൂടുന്നതനുസരിച്ച് ബാഗ് നിറയും. അതൊന്ന് ശ്രദ്ധിക്കുക. അതിനനുസരിച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് സാധനം മരത്തിൻ്റെ മൂടെ ഇരുന്നു വെറുതെ തെറ്റിദ്ധരിച്ചു മനുഷ്യൻ. സോ 39 കല്ല്, 75 കല്ലാണ് വേണ്ടത്. നമുക്ക് ഇനിയും സമയമെടുക്കും. കുറച്ചും കൂടെ കല്ല് കൊത്തി ഉണ്ടാക്കണം. ഒരു 5-6 കല്ലും കുറച്ചും മണ്ണൊക്കെ കൊത്തി ഉണ്ടാക്കിയ പരിപാടി കഴിഞ്ഞ്. ഓക്കെ, കല്ല് മതി. ഇനി കുറച്ച് താച്ച് ഈസ് ഇമ്പോർട്ടൻറ്റ് ഗൈസ്. താച്ച് ഉണ്ടാക്കട്ടെ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ താച്ച് ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം താച്ച് നമുക്ക് തീ കത്തിക്കാനും വേണം. സോ താച്ച് ഈസ് വെരി 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 പ്രഷ്യസ് നൗ. ഇനി നമുക്ക് പരിപാടിയിലോട്ട് കിടക്കാം. മെയിനായിട്ട് നമുക്ക് ക്രാഫ്റ്റിങ്ങിലോട്ട് നോക്കുമ്പോൾ നമുക്ക് കുക്കിംഗ് പോട്ട് ഉണ്ടാക്കാൻ ഇനി സ്റ്റോൺ ഒരു 75 കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ കുക്കിംഗ് പോട്ട് റെഡി. സ്റ്റോൺ 75 സ്റ്റോൺ. ഓക്കെ, കുക്കിംഗ് പോട്ട് ക്രാഫ്റ്റ് 1. അപ്പോൾ ഈ ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്ത് കുറയും എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഒരു സാധനം വന്നതിൻ്റെ മെയിൻ കാര്യം എൻ്റെ ഇൻവെൻട്രിയിൽ വെയിറ്റ് ഓവറായി. അതുകൊണ്ടാണ്. ഓവർ വെയിറ്റ് ആയാലും അതേപോലെ ഓവർ വെയിറ്റ് അല്ല, ഞാൻ കരുതി ഓവർ വെയിറ്റ്. ഇതിപ്പോൾ ഫുഡിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വന്നത്.
ഞാൻ കരുതി വെയിറ്റ് ഓവറായപ്പോൾ ഹെൽത്ത് കുറഞ്ഞാണ്. അങ്ങനെ അല്ല, എൻ്റെ ഒരു തെറ്റാണ്, മൈ മിസ്റ്റേക്ക് ഗൈസ്. വെള്ളം ഫുഡിൻ്റെ ഒരു അപര്യാപ്തത കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ എന്താണ് അത് പോട്ടെ. അപ്പോൾ നമ്മൾ സാധനം ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് പോട്ട് എന്തായാലും പ്ലേസ് ചെയ്യാം. അപ്പോൾ ഇനി മെയിൻ വലിയ കുക്ക് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഇതിലായിരിക്കും ചെയ്യേണ്ടത്. ചെറിയ സാധനങ്ങൾ വേറെ ഇവിടെ തന്നെ എടുത്ത് തന്നെ കിടന്നോട്ടെ. നമുക്ക് എന്തായാലും റൂമിനുള്ളിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഹോളിഡേ എന്ന് പറഞ്ഞാൽ പുതിയ ക്രിസ്മസ് ഇവൻറ്റ് വന്നിട്ടുണ്ട്. ക്രിസ്മസ് ഇവൻറ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതെന്തിൻ്റെ സ്കിന്നാണ്? ദിസ് കോസ്റ്റ്യൂം ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് യുവർ മെഗാലോസോറസ് ലുക്സ് ലൈക്ക് എ ഫെസ്റ്റീവ്. ഇത് കൊള്ളാം. യു ക്യാൻ യൂസ് ദിസ് സ്കിൻ ടു അപ്പിയറൻസ് ഓഫ് എ ഹെൽമെറ്റ് ഓർ ഹാറ്റ്. സ്ലേ ദം വിത്ത് ദ റെയിൻഡിയർ ലുക്ക് ദിസ് ഹോളിഡേ സീസൺ. വാവ്, ഈ കോളൊക്കെ എവിടെ നിന്ന് കിട്ടാനാണ്? അപ്പോൾ പുതിയ ഇവൻറ്റ് വന്നിട്ടുണ്ട്, നമ്മുടെ ക്രിസ്മസിൻ്റെ ഇവൻറ്റ്. അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ വന്നത്. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ കോട്ടും സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ കോള എവിടെ നിന്ന് കിട്ടുക? അപ്പം നമുക്ക് പണിയുണ്ട് ഗൈസ്. മൈൽ സ്റ്റോൺ മിസ്ലേറ്റിയോസ്. നമുക്ക് ഒരുപാട് സ്കിന്നുകൾ അവൈലബിൾ ആണ് ഗൈസ്. അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഒരുപാട് സ്കിന്നുകളുണ്ട്. ബ്ലൂ പ്രിൻറ്റ് വ്രെത്ത് എ ഡെക്കറേറ്റീവ് കളക്ഷൻ ഓഫ് ലീവ്സ് ദാറ്റ് മേക്ക് എനി റൂം ഫെസ്റ്റീവ് റിക്വയർസ് അറ്റാച്ചിങ് ടു എ വാൾ. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കണം. ഇതൊക്കെ നമുക്ക് വീട് വെക്കുമ്പോൾ നമുക്ക് ഉപകാരമായിട്ടുള്ള സാധനങ്ങളാണ്. ബ്ലൂ പ്രിൻറ്റ് ഹോളിഡേ ട്രീ സ്ട്രക്ചർ. ദിസ് ഈസ് എ പെർഫെക്റ്റ് ട്രീ ചൂസ് വെൻ സെലിബ്രേറ്റിംഗ് ദ വിൻ്റർ സോൾസ്റ്റിസ്. ഇതൊക്കെ വാങ്ങാൻ ഫൈബർ, മിസ്ലിറ്റോ, ഇത്രയും സാധനങ്ങൾ വാങ്ങാൻ നമുക്കൊരു ഫ്ലയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ കിടന്ന് കുറേ ഫാമിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനുണ്ടാവും. ഫ്ലയറിനെ കിട്ടണമെങ്കിൽ പഴയ ആർക്കിൽ തന്നെ കയറണം. ഇതെന്തായാലും സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ പഴയ ആർക്കിൽ കയറിങ്ങാണ്ട് ഇതൊക്കെ അറസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. കാരണം ഇതൊക്കെ വളരെ പ്രഷ്യസാണ്. തൊപ്പി, ഇതിപ്പോൾ എന്ത്? യു ക്യാൻ യൂസ് ദി സ്കിൻ ടു സ്ലിംഗ് ഷോട്ടിൻ്റെ സ്കിന്ന്. ബ്ലൂ പ്രിൻറ്റ് ഹോളിഡേ ലൈറ്റ്. എ ഡെക്കറേറ്റീവ് സ്ട്രിങ് ഓഫ് ലൈറ്റ് ദാറ്റ് മേക്ക് എനി റൂം ഫെസ്റ്റീവ് റിക്വയർസ് അറ്റാച്ചിങ് ടു എ വാൾ. കൊള്ളാം, നല്ല സാധനം. ഹോളിഡേ സ്റ്റോക്കിങ്സോ, ഓവർ സൈസ്ഡ് സോക്ക് ദാറ്റ് ആഡ്സ് ജോളിനെസ് ടു യുവർ ആളി. കാൽമട്ടനാണ് തോന്നുന്നു, ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ച് വരുന്നു. മനുഷ്യനല്ലേ പുള്ളി. യു ക്യാൻ യൂസ് ദി സ്കിൻ. ബോലേൻ്റെ സ്കിന്ന് വരെ വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് വല്ല ബിൽഡിങ്ങിൻ്റെ സ്കിന്നൊക്കെ ആണെങ്കിൽ കിടിലനായിരുന്നില്ലേ? ഒരു വാളിൻ്റെ ഒക്കെ ഒരു അഡ്വാൻസ്ഡ് സ്കിന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഈ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സ് എനിക്ക് വല്ലാണ്ടാണ്ട് ഇഷ്ടപ്പെട്ട്. കൊള്ളാം സാധനം. ഇത് കിട്ടിയാൽ നന്നായിരുന്നു. അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സ് ഇട്ട്. ഇത് ഷെഡിയും പ്രായമൊക്കെ എല്ലാ ദിവസവും വരും. ഇതിപ്പോൾ എന്തിനാ? പുട്ട ഹാറ്റ് ഓൺ ഇറ്റ് ഫോർ എക്സ്ട്രാ ഫൺ. ബ്ലൂ പ്രിൻറ്റ് സ്നോമാൻ്റെ ബ്ലൂ പ്രിൻറ്റ് കിട്ടും. അപ്പോൾ അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഉപകാരം. ഒബ്സിഡിയനും റോക്ക് ക്യാരറ്റും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം. അപ്പോൾ നമ്മൾ കൃഷി തന്നെ ചെയ്യേണ്ടി വരും മിക്കവാറും. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ പരിപാടി. അപ്പോൾ കുക്കിംഗ് ബോട്ട് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾക്ക് ഇപ്പോൾ പുതിയ ഇവൻറ്റ് തുടങ്ങിയിരിക്കണം ഗൈസ്. ആ ഇവൻറ്റിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വരവോട് കൂടി ക്രിസ്മസിനോട് കൂടിയിട്ടുള്ളൊരു ഇവൻ്റാണത്. അതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ട് അന്വേഷിച്ചിട്ട് നോക്കാം. കഴിഞ്ഞ ഇയർ, അതായത് ഈ ആർക്ക് കഴിഞ്ഞ ഡിസംബർ 20 റിലീസ് ചെയ്തത്. അപ്പോൾ അതവിടെ ഒരു ക്രിസ്മസിൻ്റെ ഇവൻറ്റ് വരുന്നത്. അതിൽ ഗാച്ച ക്ലോസും റാപ്ചർ ക്ലോസും അങ്ങനത്തെ സാധനങ്ങളായിരുന്നു വന്നിരുന്നത്. ഈ റാപ്ചർ ക്ലോസ് നൈറ്റ് വരുമ്പോൾ അതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോ ഡ്രോപ്പ് ഇടും. അതിൽ നിന്നാണ് നമുക്ക് കഴിഞ്ഞ കൊല്ലം മിസ്ലീനിയസ് എന്ന് പറഞ്ഞ ആ സാധനം കിട്ടിയിരുന്നത്. ഈക്വൽ അതെങ്ങനെയാണ് സെയിം പ്രൊസീജിയർ ആണോ എന്ന് എനിക്കറിയില്ല. നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ നമ്മൾ പറയും. അത്രേ ഉള്ളൂ. സോ ഇനിയിപ്പോൾ അടുത്ത പരിപാടിക്ക് നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ബേസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് വേട്ടയാടാൻ വേണ്ടിയിട്ടുള്ള വെപ്പൺസും കാര്യങ്ങളുമാണ് ഇനി. സ്ലിംഗ് ഷോട്ടും കാര്യങ്ങളൊക്കെ അവിടെ വെക്കട്ടെ. നമുക്ക് അടുത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബോല നമുക്ക് വേണം. ബോല വേണമെങ്കിൽ നമുക്ക് കുറച്ച് എൻഗ്രാം പോയിൻ്റ് വേണം. എൻഗ്രാം പോയിൻ്റ് ആണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ലെവലപ്പ് കൊടുക്കുക. വീണ്ടും സ്റ്റാമിന തന്നെ ബൂസ്റ്റ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അനുമാനം. കിടക്കട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബോല അൺലോക്ക് ചെയ്യാം. ബോല എന്ന് പറഞ്ഞാൽ നമുക്ക് വേട്ടയാടാൻ മാത്രമല്ല, നമുക്ക് സ്വയം ഡിഫെൻഡ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സാധനമാണ്. ഒരു ആനിമലിനെ പിടിച്ചു നിർത്താൻ ബോലോ ഏറ്റവും അനുയോജ്യമാണ്. ഒരു 30 സെക്കൻഡോ 1 മിനിറ്റോ നേരമാണ് അതിൻ്റെ ടൈമിങ്. ഞാൻ മറന്നു എത്രയാണെന്ന്. ഓക്കെ, ബോല അതേപോലെ പാരാസോർ സാഡിൽ, ഇത് രണ്ടുമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇനിയൊരു ഘടകം. പാരാസോർ സാഡിലിനെ പിടിക്കാൻ നമുക്ക് ബോല മതി. അതേപോലെ സ്ലിംഗ് ഷോട്ടും വേണം. ട്രെയിനിങ് ഡമ്മി, പെയിൻറ്റിങ് ബ്രഷ്, ഇങ്ങനത്തെ തേങ്ങ മാങ്ങ സാധനങ്ങൾ ഇപ്പോൾ നമ്മളില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ബ്രോ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ലിംഗ് ഷോട്ടിൻ്റെ അത് വേണം. അത് അപ്പം നോക്കാം. അപ്പോൾ ലെവൽ 9 ഈ 2 സാധനങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്: പാരാസോർ സാഡിൽ ആൻഡ് ബോല. സോ
രണ്ടും ഞാൻ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പാരാസോർ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പാരാസോറിനെ പിടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് ഈ എന്താ പറയുക ഉള്ളിലോട്ട് കടന്ന് ചെല്ലേണ്ടി വരും. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ബോല ക്രാഫ്റ്റ് ചെയ്തുണ്ടാക്കണം. അപ്പോൾ ബോല ക്രാഫ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ക്രാഫ്റ്റിംഗ് എ ബോല റിക്വയേഴ്സ് എന്ത് വൃത്തിയായിട്ട് ഇംഗ്ലീഷ്, ഹൈഡൊക്കെ വേണം. ഹൈഡൊക്കെ വേണം വെച്ചാൽ നമ്മളെ പെട്ടിയിലാണ് ഹൈഡുള്ളത്. നമുക്ക് കുറച്ച് ബോല എന്തായാലും ഉണ്ടാക്കി കളയാം. 14 ഹൈഡേ ഉള്ളൂ. അധികം ബോലൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. 3-4-5 ബോല ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് 4 ബോല ഉണ്ടാക്കാൻ പറ്റും. 4 എന്തായാലും ഉണ്ടാക്കി വെച്ചു. ബോല ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ എന്തായാലും ഉണ്ടാക്കിയിടണം. നിങ്ങളിപ്പോൾ ഇനി എന്തൊക്കെ തേങ്ങ ആണെങ്കിലും ഇല്ലെങ്കിലും ബോല ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉണ്ടാക്കിയിടാം. എന്നിട്ട് ഹോട്ട് ബാറിലോട്ട് തന്നെ മാറ്റിയിട്ടേക്കാം. കാരണം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ അവിടുന്ന് പറ്റുള്ളൂ. ചിലപ്പോൾ ഒരു ആനിമൽ നിങ്ങളെ, അതായത് ഈ ബോല എന്ന് പറഞ്ഞാൽ എല്ലാ ആനിമലിൻ്റെയും നെഞ്ഞത്തോട്ട് എറിഞ്ഞു കൊടുത്താൽ നിൽക്കൂല. ചില ആനിമൽസിന് മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് ഇത്രയേ ഉള്ളൂ ഈ എപ്പിസോഡ് 3. സോ സി യു ഇൻ എപ്പിസോഡ് 4. വളരെ ലെങ്ത് കൂടിപ്പോവും. അപ്പോൾ എപ്പിസോഡ് 4 നമ്മൾ ബാക്കി സർവൈവിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണതാണ്.